നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം മലബന്ധം. മലബന്ധം കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. പല പേഷ്യൻസും പറയാറുണ്ട് മലബന്ധം മാറാനായിട്ട്. നമ്മളിന്ന് ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. മലബന്ധം ഒക്കെ മാറാനായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മതി, മലബന്ധം മാറും എന്നുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. പക്ഷേ പല ആൾക്കാരും വന്ന് പറയാറുണ്ട് മലബന്ധം മാറാനായിട്ട് ഫൈബർ കണ്ടങ്ങിയ പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസ് ധാരാളം ഞങ്ങൾ കഴിച്ചു, പക്ഷെ ഞങ്ങളുടെ വയറിന് അത് കാരണം ഗ്യാസും അസിഡിറ്റി അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലത്തുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരന്തരം അല്ലെങ്കിൽ കൂടുതലായിട്ട് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറുകയും വലിയ ക്വാണ്ടിറ്റിയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ്, അതായത് വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ സാലഡ്സ് പോലത്തുള്ള വെജിറ്റേറിയൻ വിഭവങ്ങൾ ധാരാളമായിട്ട് കഴിക്കും ഫൈബർ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാറുമ്പോൾ നമ്മളെ വയറ് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ നമ്മളെ ഭക്ഷണ രീതി മാറ്റുന്ന സമയത്ത്, അതായത് മലബന്ധം മാറാനായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് കുറച്ചായിട്ട് കഴിച്ച് കൂട്ടിക്കൊണ്ടുവരിക. ഒറ്റയടിക്ക് ഒരു നേരത്തെ ഭക്ഷണം സാലഡ്സ് ഒക്കെ ആക്കി മാറ്റുമ്പോൾ അത് നമ്മളുടെ കുടലിന് അല്ലെങ്കിൽ നമ്മളുടെ വയറിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഗട്ടിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് എന്താ പറയുക, അതുമായിട്ട് പൊരുത്തപ്പെടുക. അതായത് കുറച്ചായിട്ട് കൂട്ടിക്കൊണ്ടുവരിക അതിൻ്റെ ക്വാണ്ടിറ്റി. അതായത് കുക്കുംബറോ അല്ലെങ്കിൽ ഉള്ളിയോ അല്ലെങ്കിൽ ക്യാരറ്റോ, അങ്ങനെ എന്താണോ സാലഡ് നമ്മൾ കഴിക്കുന്നത് അത് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഒറ്റയടിക്ക് കഴിക്കാതെ, ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തുടങ്ങാതെ, അത് കുറച്ചായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മലബന്ധം മാറാൻ സഹായിക്കും. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനോ ഗ്യാസോ ബ്ലോട്ടിങ്ങോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ കഴിക്കുന്ന ക്വാണ്ടിറ്റി അത് പൊരുത്തപ്പെടുന്ന രീതിയിൽ, ഗട്ടിന് പൊരുത്തപ്പെടുന്ന രീതിയിൽ, നമ്മുടെ കുടലിന് പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രം അത് കഴിച്ച് തുടങ്ങുക. അല്ലാതെ വലിയൊരു ക്വാണ്ടിറ്റി കഴിച്ച് തുടങ്ങാതെ ചെറുതായിട്ട് അത് കൂട്ടിക്കൊണ്ടുവരിക. എപ്പോഴും ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമസ്കാരം.